പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ എപ്പിസോഡിന് കുറച്ചുകൂടെ ഗൗരവമുള്ള ഒരു വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അല്ലേ? അതെ അതെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെടിക്കെട്ട് ദുരന്തങ്ങളെ കുറിച്ചാണ്. ഈ വെടിക്കെട്ട് ദുരന്തങ്ങൾ ഇപ്പം അത് പറഞ്ഞ പോലെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ ദുരന്തങ്ങളാണ് അല്ലേ? ഇപ്പം കഴിഞ്ഞ ദിവസം എല്ലാവരും അറിഞ്ഞു കാണും തൃശ്ശൂരിൽ നടന്ന സ്ഫോടനം. അതിന്റെ കുറച്ച് തൊട്ട് ദിവസം മുന്നെയാണ് തമിഴ്നാട് വിരുദ്നഗറിൽ ഒരു പടക്ക നിർമ്മാണ ശാലയിൽ ഉണ്ടായ ഒരു സ്ഫോടനം. അതിനു മുന്നേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഒരു പുറ്റിങ്ങൽ സ്ഫോടനം. ഇതെല്ലാം കൂട്ടി ആലോചിക്കുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചു പോവുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അപകടത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും ഈ സ്ഫോടനങ്ങൾ അറിയുന്നതിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ജനങ്ങൾക്ക് ഈ ഒരു സ്ഫോടനത്തെക്കുറിച്ച് അതെങ്ങനെ സംഭവിക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ കാരണം എന്തൊക്കെയാണ് എന്നുള്ളത് ജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. അവരുടെ പ്രതികരണം എടുത്താലോ? വരും. ഈ തൃശ്ശൂർ നടന്ന സ്ഫോടനത്തെ കുറിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ ആഘോഷങ്ങൾക്ക് ഈ വെടിക്കെട്ട് അനിവാര്യമാണെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആഘോഷം വേണം, പിന്നെ നടത്തിക്കൊണ്ട് വരുന്നതുമാണ്. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. യാദൃച്ഛികമായിട്ടാണ്, അബദ്ധമാണ് പറ്റിയത്. പാവം കുറച്ച് പേര് മരിക്കുകയും ചെയ്തു. പിന്നെ അതിനൊരു തിരുത്തൽ വേണ്ടെന്നല്ല, ഒരു മാർഗനിർദ്ദേശം പുതിയതൊക്കെ കൊണ്ടുവരണം. ആ നിർമ്മാണശാലയിൽ എന്തൊക്കെ വേണം. പിന്നെ ഇടയ്ക്ക് ഇന്നലെ ഒരു ചാനലിൽ ആരോ പറയുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ സ്ഫോടക വസ്തുക്കൾ കൊണ്ടിട്ടോ എന്ന് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഒരാൾ പറഞ്ഞു. ഞാൻ എൻ്റെ ഉണ്ട് വീഡിയോ. അപ്പോൾ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. മാധ്യമപ്രവർത്തകർ സ്ഫോടന വസ്തു എന്തോ എൻ്റെ പേര് എന്തോ സാധനം അവിടെ കൊണ്ടിട്ടു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് പറഞ്ഞത് ഒരു ടി വിയിൽ ഒരു ചാനലിൽ അയാളെ ഫോട്ടോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ ഇട്ടത് അങ്ങനെ ഒരു വിഷയം വന്നിട്ട് അയാൾ ഇട്ടതായിട്ട് വേറൊരു ചാനലിൽ ഇരുന്ന് പറയുന്നു, വാർത്ത വായിക്കുമ്പോൾ പറയുന്നു, ഇങ്ങനെ ഒരു സംശയം കൂടെ ഉണ്ട് എന്നൊന്ന് തള്ളിക്കയറ്റി വെക്കുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ ആ ഒരു സ്ഫോടനത്തിന് കാരണമായെന്ന് പറഞ്ഞിട്ട് മാധ്യമങ്ങൾ വരുന്നുണ്ടെന്ന്. മാധ്യമങ്ങൾ അതിന് മുന്നേ, ഈ സ്ഫോടനം ഉണ്ടാവുന്നതിന് മുന്നേ അതിൻ്റെ വിഷ്വൽ എടുക്കാനൊക്കെ അവിടെ പോയിരുന്നു. അവർ വല്ലതും കൊണ്ട് ഇട്ടോ കുത്തിത്തിരിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു. അത് ഞാൻ ഇന്നലെ വായിച്ചു. അപ്പോൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. അങ്ങനെ ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട്, നമ്മളിപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അതൊക്കെ പോട്ടെ. ഇങ്ങനെ ഉണ്ടായിരുന്ന ദുരന്തങ്ങളൊക്കെ അറിഞ്ഞു കാണും. അപ്പം അറിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഈ ഒരു ദുരന്തങ്ങൾ ഇപ്പോൾ ചേട്ടൻ തന്നെ പറഞ്ഞു, അതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ല എന്നുള്ളത്. അതിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇപ്പോഴും നമ്മുടെ ഓരോ നിയമത്തിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. അത് നിയമം പാലിക്കുന്നില്ലല്ലോ. ഈ സ്ഫോടക വസ്തുക്കൾ ഈ വെടിക്കെട്ട് ഉണ്ടാകുമ്പോൾ അത് ചെയ്യാൻ വേണ്ടി ലൈസൻസ് കൊടുക്കണമല്ലോ. ഈ ലൈസൻസ് കൊടുക്കുമ്പോൾ അവർ എന്തെല്ലാം മാനദണ്ഡങ്ങൾ പറയുമോ ആ മാനദണ്ഡങ്ങൾ കറക്റ്റാണെന്ന് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് തിരക്കിയിട്ടുണ്ടോ? ഇല്ല. അത് ആരുടെ കുഴപ്പമോ? നമ്മളെ കുഴപ്പമോ? ഈ മരിച്ച ആളിൻ്റെ കുഴപ്പമോ? അല്ലല്ലോ. അത് നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ പറയാത്തതുകൊണ്ടാണ് അല്ലേ? അതാണ് സത്യം. പറഞ്ഞാലും നടപ്പാക്കില്ല. ഗവൺമെൻറ്റാണ് നടപ്പാക്കാനുള്ളത്. അത് നോക്കാനുള്ള ചെക്കപ്പ് ചെയ്യാനുള്ളത് മുതലാളി ഗവൺമെൻറ്റാണ്. അല്ല നമ്മളെ പോലെയുള്ളവർ ചെന്നിട്ട് നിങ്ങൾ സ്ഫോടക വസ്തുക്കൾ എന്തൊക്കെ ഉണ്ട്, നിയമം എന്തുണ്ട്, എത്ര അകലം പാലിച്ച് ചെയ്യണം എന്നൊന്നും നമ്മൾ ചെന്ന് ചോദിക്കാൻ പറ്റില്ല. നമ്മൾ ഓടിച്ചിട്ടടിക്കും. അപ്പോൾ അതല്ല പ്രശ്നം. ഗവൺമെൻറ്റിനുള്ള അധികാരമുണ്ട്, അവർക്ക് ആൾക്കാരുണ്ട്, അത് ചോദിക്കുക, അത്രേ ഉള്ളൂ. ഗവൺമെൻറ് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. അല്ലെങ്കിൽ ഇതുണ്ടാവില്ലല്ലോ. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഇതുവരെ നടത്തിയുള്ള പൂരത്തിന് ഈ മാനദണ്ഡങ്ങൾ പാലിച്ചായിട്ട് ഏതെങ്കിലും ഒരു നിയമം പറഞ്ഞു എന്നിട്ടൊരു അന്വേഷണ റിപ്പോർട്ട് വയ്ക്കും അല്ലേ? എന്നിട്ട് എന്തായി? അത് കട്ടാവോ? അതുമില്ല. മാധ്യമപ്രവർത്തകരും സാമ്പിൾ വെടിക്കെട്ടും. ഇങ്ങനെയാണ് അതിന്റെ തലക്കെട്ട്. ഒന്നും കൂട്ടി വായിച്ചു നോക്കിയതാണ്. 20 വർഷം മുൻപ്, അതായത് 2006 മെയ് 4 പാറമേക്കാവിന്റെ വെടിമരുന്ന് ശാലയ്ക്ക് തീപിടിച്ചത് മാധ്യമപ്രവർത്തകർ അവിടെ ചെന്ന് ഫോട്ടോ എടുപ്പും വീഡിയോ ഷൂട്ടും കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ്. സിറ്റിയിൽ നിന്ന് 5 കിലോമീറ്റർ ദൂരെ പാടുകാടായിരുന്നു സംഭവം. കരാറുകാരൻ വെണ്ണൂർ മേക്കോണത്ത് രാധാകൃഷ്ണൻ എല്ലാം വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. സർപ്രൈസ് ഐറ്റങ്ങൾ ഒഴിച്ച് അഭിമുഖവും നടന്നു. മണിക്കൂറുകൾക്കകം ആ വെടിമരുന്ന് പുര കത്തി പൊട്ടിത്തെറിച്ച് പുക ചുറ്റി കരിമ്പൊടിയായി 70 വീടുകൾ തകർന്നു. വെടിക്കെട്ട് ആവശ്യമാണോ ഇതുപോലെ ആഘോഷങ്ങൾ? എൻ്റെ അഭിപ്രായത്തിൽ വെടിക്കെട്ട് അതേപോലെ ഈ ആന എഴുന്നള്ളിക്കുന്നതൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യം തന്നെ. കാരണം ആളുകളുടെ സേഫ്റ്റിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. ഇപ്പം തന്നെ വെടിക്കെട്ട് നടന്ന എത്രയോ പേരാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അത് കുറേ ആൾക്കാരെ കണ്ടെത്തി. അതെ തീർച്ചയായിട്ടും. ഇപ്പോൾ തൃശ്ശൂർ പൂരം നടത്തുമ്പോൾ തന്നെ അത് ഒരു വിഭാഗത്തിൻ്റെ ഒരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ പൂരം. ഒരു വിഭാഗത്തിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് മാറുന്നുണ്ടെന്ന് തോന്നുന്നു.
തീർച്ചയായിട്ടും അമ്പലത്തിൻ്റെ ആഘോഷങ്ങൾ നടത്താൻ വേണ്ടി വെടിക്കെട്ട് തന്നെ നടത്തണം എന്നില്ലല്ലോ. ആചാരങ്ങളെ സംരക്ഷിക്കുന്നത് ആ ഒരു രീതിക്ക് പോകും. അല്ലാതെ വെടിക്കെട്ടിലൂടെ നമുക്ക് അതിപ്പോൾ ഏത് മതമായാലും. കുറേ ആൾക്കാർ പറയുന്നതൊക്കെ പണ്ടുള്ള ആചാരമാണെന്ന്, പക്ഷെ ഇപ്പം അത് മത്സരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതായി തോന്നി. അതെ അതെ, ഒരു ആഡംബരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അപകടം പറഞ്ഞാൽ അതിൻ്റെ നിയമപ്രകാരമല്ല അത്. കാരണം 10 മീറ്റർ അകത്താണ് ഒരു റൂം, 10 റൂമുണ്ടാവും, 4 ഡോർ ഉണ്ടാവും, 4 ഗേറ്റ് ഉണ്ടാവും ആ കാമ്പൗണ്ടിന്, 12 അടി പൊക്കം മതിലുണ്ടാവും. ഞാൻ ശിവകാശിയിൽ തീപിടി കമ്പനി ജോലി ചെയ്താണ്. പക്ഷേ അതല്ല, ഇത് പടർന്നിരുന്ന് ഇത് കയ്യബദ്ധമാണ് എന്ന് വിചാരിക്കുന്നു. പൊട്ടാസ്യം മെനോലിൻ ചെയ്യുന്നതാണ്. വേണ്ട കാര്യങ്ങൾ ചെയ്യാത്തതുകൊണ്ടല്ലേ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായത്. അപകടം പറഞ്ഞാൽ അങ്ങനെയാണ് സംഭവിക്കുന്നത്. പെട്ടെന്ന് കുറേ ആൾ വെച്ച് പെട്ടെന്ന് പണി തീർക്കും. തൃശ്ശൂർ നടന്ന സ്ഫോടനത്തെ കുറിച്ച് അറിഞ്ഞല്ലോ, വെടിക്കെട്ട് ദുരന്തത്തെ കുറിച്ച് അറിഞ്ഞ, അതിനെ കുറിച്ച് എന്താണ് പറയാൻ? അതിനെക്കുറിച്ചൊന്ന് യഥാർത്ഥത്തിൽ ഈ വെടിക്കെട്ടൊക്കെ ഒഴിവാക്കുന്നതാണ് അമ്പലങ്ങളിൽ നല്ലത്. അതാണ് നമ്മുടെ രീതി. ഇത് അറിവ് വെച്ചിട്ട് പറയണത്. വെടിക്കെട്ട് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ബാക്കിയുള്ള പൈസ കൊടുത്ത് എന്തെങ്കിലും അന്നദാനമോ എന്തെങ്കിലും ചെയ്താൽ അതൊരു പുണ്യപ്രവൃത്തിയായി മാറും. അതാണ് നമ്മുടെ രീതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തിനാ ഈ കുറച്ച് പടക്കം പൊട്ടിച്ച് പൈസയും കളഞ്ഞ് കുറച്ച് ജീവനും നഷ്ടമാക്കി? അത് എപ്പോഴും വേണോ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട്. കാരണം ഇപ്പം ഈ വർഷം ഇവിടെ നടക്കണേ അടുത്ത വർഷം വേറെ എവിടെയെങ്കിലും ഇങ്ങനെ വർഷം ഇങ്ങനെ വരുന്നുണ്ട്. ഇതങ്ങ് ഒഴിവാക്കി ആ പൈസ എടുത്ത് അന്നദാനം നടത്തി കൊടുക്കട്ടെ. അതാണ് ഇവിടെ നിർമ്മാണശാലകളിലാണെങ്കിലും ഈ ഉത്സവ പറമ്പുകളിലാണെങ്കിലും ഈ വെടിക്കെട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ അതിൻ്റേതായ എന്ത് പറയാൻ സേഫ്റ്റി മെഷേഴ്സ് എടുക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റുമോ? എല്ലാവരും അതിൻ്റേതായ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടായിരിക്കും ചെയ്യണത്. അപ്രത്യക്ഷമായി വരണതല്ല, ഇതെല്ലാം ആരും അറിഞ്ഞുകൊണ്ടല്ലല്ലോ. ഇവർ എല്ലാം അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഇത് ചെയ്തതെന്നല്ലേ പറയണത്. പക്ഷെ ആയിരിക്കാം, ഇല്ലാതെ എന്തായാലും ഇത്രയും വലിയൊരു വെടിക്കെട്ട് പുരയിൽ ഇങ്ങനെ ചെയ്യത്തില്ലല്ലോ. പക്ഷെ ആ നിർമ്മാണ തൊഴിലാളികൾ തന്നെ പറയുന്നത് അവർക്ക് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ അവർക്ക് കറക്റ്റ് രീതിയിൽ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി നമുക്കറിയില്ല. അത് നടത്തിപ്പുകാർ തന്നെ അത് നോക്കണ്ടേ. അല്ലെങ്കിൽ അതിന് ലൈസൻസ് കൊടുക്കുന്നവർ അതിൻ്റെ കാര്യങ്ങൾ നോക്കണ്ടേ. ലൈസൻസ് കൊടുക്കുന്നതിന് മുമ്പേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം കൊടുക്കണം. ഈ പുതിയ യുഗത്തിൽ പുതിയ കാലത്തിൽ ഇനിയെങ്കിലും മനുഷ്യൻ ഇച്ചിരി ബുദ്ധിപൂർവ്വം പെരുമാറുക. ഈ ദൈവങ്ങളുടെ മതങ്ങളുടെ പുറകെ പോകാതെ മനുഷ്യന്മാരെ ആയിട്ട് ജീവിക്കുക. മനുഷ്യർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ള സാമ്പത്തികം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ചെയ്യുക. നിർദ്ദേശങ്ങൾ നൽകാത്തതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അപകടങ്ങൾ. അല്ലല്ല, മനുഷ്യൻ്റെ ഈ ചിന്താഗതി, ആഘോഷങ്ങളും ആർഭാടങ്ങളും പൂരങ്ങളും എന്ന് വെച്ചാൽ ഓരോ സ്ഥലത്തിൻ്റെ ഇപ്പം തിരുവനന്തപുരം പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ആറ്റുകാൽ പൊങ്കാല വലിയ ആഘോഷങ്ങളാക്കുക, എത്രയും മനോഹരമാക്കാനായിട്ട് ഓരോ വർഷം നമ്മൾ ശ്രമിക്കുന്ന പോലെ തൃശ്ശൂരുകാർ അവരുടെ പൂരങ്ങൾ എത്രയും ഭംഗിയാക്കാൻ വേണ്ടി ഓരോ വർഷം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഈ വെടിക്കെട്ടെന്ന് പറയുന്നത്. പക്ഷേ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള മതങ്ങളുടെയോ ദൈവങ്ങളുടെ പുറകിന് പോകാതെ മനുഷ്യൻ എന്താണ് പുതിയ കാലത്തിൽ മനുഷ്യൻ എന്താണ് ആവശ്യമായിട്ടുള്ളത്, അവൻ്റെ നിലനിൽപ്പിന് എന്താണ്, അതിനെ പറ്റിയുള്ള ചിന്തകളായിട്ട് പുതിയ യുഗത്തിന് മനുഷ്യൻ പോകണം എന്നാണ് എൻ്റെ. ചേട്ടൻ പറഞ്ഞത് ഇപ്പോൾ ഉണ്ടാകുന്ന ദുരന്തങ്ങളൊക്കെ മനുഷ്യനിർമ്മിതമാണ്. അതെ, എല്ലാം മനുഷ്യനിർമ്മിതം മാത്രമാണ്. അതെ അതെ, മനുഷ്യർ ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതെ അതെ അതെ, മനുഷ്യൻ ഇതിന്റെ പുറകിന് പോകുന്നതുകൊണ്ടാണ് ഈ അപകടങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഒരു സുരക്ഷാ ക്രമീകരണമില്ല. തൊഴിലാളികൾക്ക് എല്ലാ മേഖലകളിലും സുരക്ഷ കിട്ടണം. ഇങ്ങനെയുള്ള അപകടം പിടിച്ച തൊഴിൽ ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷ കൊടുക്കണം. ഇതിൽ ഉത്തരവാദി സർക്കാരാണ്. ഇത്തരത്തിലുള്ള അപകടത്തിന് കാരണം എന്താണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്? അത് കുറച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ, ഹാംഫുള്ളായ പ്രോഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. അതിനനുസരിച്ച് ഇത് വരുന്നില്ല. സിസ്റ്റം ഫെയിലാണ്. അവിടെ തൃശ്ശൂർ പൂരത്തിന് സാധാരണ അങ്ങനെ ഒന്നും നടക്കാറില്ല. ഇന്ന് എങ്ങനെയോ നടന്നു എന്നാണ് എൻ്റെ അറിവ്. എന്തോ ഇവരുടെ ഈ സ്പാർക്കിങ്ങിൽ വന്ന മിസ്റ്റേക്കാണെന്ന് തോന്നുന്നു, വടക്ക് നിർമ്മാണശാലയുടെ. അതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. വടക്ക് നിർമ്മാണശാലയിൽ അതിൽ വേണ്ട ക്രമീകരണങ്ങൾ കൊടുക്കാത്തതുകൊണ്ടല്ലേ ഇത്ര തരത്തിലുള്ള ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്നത്? അറിയില്ല കേട്ടോ, അതിനെപ്പറ്റി അറിഞ്ഞിട്ടാ. ഭരിക്കുന്ന ഗുണ്ടകളാണ് ഭരിക്കുന്നത്. നമ്മളെന്തിനാ അതൊക്കെ കുറിച്ച് അതന്നെ, അത് ഇറങ്ങിപ്പോയി ഈ ശകുനങ്ങളെല്ലാം മാറും. നമ്മളെ ടിക്കറ്റ് വിൽപ്പന തന്നെ ഒരുപാട് ശകുനങ്ങളുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ എമാരെ ഇറങ്ങിപ്പോകണം. അത് പറയാതിരിക്കാക്കില്ല കാര്യം. എന്തിന് ഈ പരനാറിയുടെ കാര്യം പറഞ്ഞാൽ നമ്മളെ കാര്യം അന്ന് മുടങ്ങും. അതുകൊണ്ട് ഇതായിരിക്കണം ഏറ്റവും നല്ലത്.
അപ്പോൾ സ്ഫോടനത്തെ കുറിച്ചിട്ട് അത്രയൊക്കെ പ്രശ്നങ്ങൾ. സ്ഫോടനത്തെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം തരും. ഇതിനേക്കാളും 56 വെട്ടി കൊന്നിട്ട് തെളിവില്ലാതെ പോയിക്കല്ലേ, സ്വർണ്ണം പാട്ടിച്ചിട്ട് തെളിവില്ലാതെ പോയിക്കല്ലേ, സെക്രട്ടേറിയറ്റിലെ കമ്പ്യൂട്ടർ മൊത്തം മാറ്റിയിട്ട് പുനഃസ്ഥാപിച്ചിട്ട് അത് തെളിവില്ലാതെ പോയില്ലേ. പിന്നെ ഇനി എന്തിനു പറയാതിരിക്കുന്നത്? അത് മറ്റേ പഴയ നമ്മളെ സ്വപ്ന സുരേഷിൻ്റെ കേസ് ഇപ്പോൾ അനക്കം പോലും ഇല്ല, ആ പേര് പോലും കേൾക്കാനില്ല വെളിയിൽ, അതെല്ലാം തേച്ച് മാറ്റി കളഞ്ഞില്ല. തൃശ്ശൂർ നടന്ന ഇപ്പോഴത്തെ വെടിക്കെട്ട് ദുരന്തം അറിഞ്ഞായിരുന്നല്ലോ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതുപോലത്തെ വെടിക്കെട്ടൊക്കെ ആവശ്യമുണ്ടോ ഉത്സവങ്ങൾക്ക്? എൻ്റെ ആവശ്യമില്ല. അല്ല, അത് പൊട്ടിച്ചിട്ട് എന്താണ് കിട്ടണം? ഒന്നും കിട്ടാനില്ലല്ലോ. ആ പൈസക്ക് വേറെ എന്തെങ്കിലും നടത്തിക്കോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ല, അപകടങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഇപ്പം നടന്ന ഒരു വെടിക്കെട്ട് അപകടം ഇതിന്റെ മുന്നേ ഇത് ആവർത്തിച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ നടപ്പാക്കിയിട്ട് തന്നെയാണ് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നു, ഇത് കുറേ ഈ പാരമ്പര്യ തൊഴിൽ ചെയ്യണവരുണ്ടല്ലോ, അപ്പം ഇനി അവർക്ക് എനിക്ക് തോന്നുന്നു അവർ കറക്റ്റ് സേഫ്റ്റി ഒന്നും നോക്കണമെന്ന് തോന്നുന്നു. സേഫ്റ്റി ഒന്നും നോക്കാതെ അവരുടെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്തു പോകുന്നതായിരിക്കും. അതായിരിക്കും. ആവശ്യങ്ങൾക്ക് വെടിക്കെട്ട് വേണ്ട. പണ്ടേ ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, ആനയും വേണ്ട, കരി വേണ്ട, കരിമരുന്നും വേണ്ട. ഇപ്പോഴും അത് തന്നെയാണ് റിലവൻറ്റ്. ദൈവത്തിനൊന്നും വേണ്ട. മരിച്ചതിന് ശേഷം അതിനും കിട്ടുമല്ലോ. അപകടത്തെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? ഇനി ഇത് സംഭവിക്കും. ഇനി സംഭവിക്കും. കാരണം 10 കിലോ വെക്കേണ്ട സ്ഥലത്ത് 1000 കിലോ കൊണ്ട് വെച്ചാൽ പൊട്ടുമല്ലോ. വെയിൽ കൊണ്ടൊന്നല്ല, അല്ലാതെ തന്നെ പൊട്ടും. ഈ ഒരു അപകടങ്ങൾ മനുഷ്യനിർമ്മിതമായിട്ടുണ്ടാകുന്ന അപകടമാണ്. അങ്ങനെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഒരു ലാഭം കൂടും. ആർക്കൊക്കെ ലാഭം കൂടുന്നുണ്ട്. മനുഷ്യൻ മരിക്കുമ്പോൾ ആർക്കൊക്കെ പൈസ കിട്ടുന്നുണ്ട്, അവർ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. തൃശ്ശൂർ ഇപ്പോൾ നടന്നൊരു ദുരന്തം അറിഞ്ഞല്ലോ, വെടിക്കെട്ട് ശാലയിൽ. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതുപോലെ ആവശ്യമുണ്ടോ വെടിക്കെട്ടൊക്കെ? തൽക്കാലം ആവശ്യമില്ല. ജനങ്ങൾക്ക് ദുരന്തം വഹിക്കുന്ന വെടിക്കെട്ടുന്നതിനാണ് വേണ്ട. എന്തുകൊണ്ടാണ് ഈ ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതല്ലേ സൂക്ഷ്മക്കുറവാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ജനങ്ങളുടെ അശ്രദ്ധ. അതിന് വേറെ എന്ത് പറയാനാണ്? ഇപ്പോൾ ഈ നിർമ്മാണശാലയിലാണെങ്കിലും സുരക്ഷയൊന്നും ഇല്ലല്ലോ. അതായത് ലൈസൻസ് ഇല്ലാതെ ഉണ്ടാക്കുന്നത് കൂടുതലും. അപ്പോൾ അങ്ങനെ നിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ടെങ്കിൽ പ്രായോഗികമാക്കുന്നില്ലല്ലോ. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? പേപ്പറിൽ ഒതുങ്ങിപ്പോയുള്ളൂ. ഇനിയും അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ വെടിക്കെട്ട് നിർത്തണം. അല്ലാതെ നിർദ്ദേശങ്ങൾ ആരും പാലിക്കത്തില്ല. അത് മനഃപൂർവ്വമായിട്ടല്ല, ജനങ്ങളുടെ സ്വഭാവമായിട്ട് പാലിക്കത്തില്ല. അത് നിർദ്ദേശങ്ങൾ ഇപ്പം കർശനമായിട്ട് കർശനമാക്കിയാലും ജനങ്ങൾ പാലിക്കൂല. ജനങ്ങൾ പാലിക്കാത്തതാണ്. ജനങ്ങൾ പാലിക്കാത്ത നിർദ്ദേശങ്ങൾ പാലിക്കത്തില്ല, ജനങ്ങൾ പാലിക്കില്ല, ഒരിക്കലും പാലിക്കില്ല. അതാണല്ലോ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ട് ഇറക്കിയാൽ ആര് പാലിക്കും? ഗവൺമെന്റ് ഇറക്കാമായിരിക്കും. ഇറക്കിയിട്ടില്ലല്ലോ. എന്താണ് പാലിക്കാതിരിക്കുന്നത്? ഇനി തൃശ്ശൂർ നടന്ന വെടിക്കെട്ട് അപകടത്തെക്കുറിച്ച് അറിഞ്ഞല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇതുപോലെയൊക്കെ ആവശ്യമുണ്ടോ? ഇങ്ങനെ ആഘോഷങ്ങൾക്കിടയിൽ വെടിക്കെട്ട് ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ടോ? വെടിക്കെട്ട് എല്ലായിടത്തും നടത്തുന്നുണ്ട്, പക്ഷേ അതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ലായിരുന്നു. അത് നോക്കേണ്ടത് അങ്ങനെ സേഫ്റ്റി മെഷേഴ്സ് എടുക്കാൻ അതിൻ്റെതായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഇപ്പോൾ നടന്ന വെടിക്കെട്ട് അപകടം അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ.
അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ അങ്ങനത്തെ വെടിക്കെട്ടുകളൊക്കെ ആവശ്യമാണോ ഉത്സവങ്ങൾക്കൊക്കെ? വെടിക്കെട്ടെന്ന് പറഞ്ഞാൽ വെടിക്കെട്ട് മാത്രമല്ല, ഇപ്പോൾ ആകാശവിസ്മയമാണ് കൂടുതലും കാണുന്നത്. നമ്മൾ വെളിയിൽ ഇതൊക്കെ കാണുന്നത് കൂടുതലും അങ്ങനെയാണ്. അപകടങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നടത്തുന്നതിന് ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ഈ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഇത്തരം അപകടങ്ങൾ നമുക്ക് പല സമയങ്ങളിലായിട്ടുണ്ട്. ഒരുപാട് ജീവൻ, നൂറുകണക്കിന് ആളുകൾ തന്നെ യഥാർത്ഥത്തിൽ ഈ ഒരു ഇത്തരം വെടിക്കെട്ട് അപകടങ്ങളിലൂടെ മരണപ്പെട്ടിട്ടുണ്ടല്ലോ. അതെ, ഇന്നും ഒരുപാട് പേരെ കണ്ടെത്തി മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എത്ര പേരാണെന്ന് സ്ഥിരീകരിക്കാൻ പറ്റിയിട്ടില്ല. തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. ഒരുപാട് കുടുംബങ്ങൾ അനാഥമായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. ഇതിനു മുമ്പ് 100 ചില്ലാനം ആളുകൾ മരണപ്പെട്ടിട്ടുള്ളൊരു വെടിക്കെട്ട് അപകടം നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത്തരം ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹം കുറച്ചുകൂടി ഉയർന്നു വരുന്നൊരു ഘട്ടത്തിൽ ഇതിനൊക്കെ കുറേ നിയന്ത്രണങ്ങളിലേക്ക് പോകാമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം. കുറേ കൂടി നമുക്ക് നിയന്ത്രണ വിധേയമാകുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചുരുക്കി കൊണ്ടുപോകണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയൊക്കെ നമുക്ക് മനുഷ്യർ നമ്മൾ കരുതുന്ന പോലെ അല്ല. ഇപ്പോൾ നമ്മുടെയൊക്കെ നിയന്ത്രണത്തിനപ്പുറത്തേക്കാണ്. ഇപ്പോൾ അസഹ്യമായ ചൂടാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് നമുക്ക് വലിയ വശമില്ല എങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊക്കെ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതാണ്. അതൊന്നും വേണ്ട എന്നുള്ളൊരു അഭിപ്രായം. മനുഷ്യൻ്റെ ആഘോഷമാണ്. മനുഷ്യൻ ഒത്തുചേരുന്നത് ഇത്തരം ആഘോഷങ്ങളിലൂടെയൊക്കെ തന്നെയാണ്. ഇത്തരം ആഘോഷങ്ങളെ കൂടുതൽ പൊലിപ്പിക്കുന്നതിനും ഒരുമിച്ച് കൂട്ടുന്നതിനുമൊക്കെ വെടിക്കെട്ട് പോലുള്ള സംഗതികളൊക്കെ ആവശ്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതൊക്കെ നമുക്ക് നിയന്ത്രണമാകുന്ന തരത്തിലേക്ക്, മനുഷ്യജീവനുകളെ അപകടപ്പെടുത്തുന്ന തരത്തിലേക്ക് പോകാതെ അതീവ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ഭരണാധികാരികൾക്കും ഇത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കും ഒക്കെ സാധിക്കണം. ചേട്ടാ, വർഷങ്ങൾ കൂടുന്തോറും അതിൻ്റെ ഓരോ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷം അല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥ ഒക്കെ വർഷങ്ങൾ കൂടുന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റം വരുത്തണം. പഴയ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പോയിക്കൊണ്ടിരുന്നാൽ പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ വീണ്ടും അപകടങ്ങൾ സാധിക്കും അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഈ നിർദ്ദേശങ്ങളിൽ മാറ്റം വരുത്തി അതിനെ കർശനമാക്കണം തന്നെയല്ലേ? അതെ, അതാ ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റൊരു സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിൽ വലിയ ആഘോഷങ്ങൾ സാധാരണ ചെറിയ അമ്പലങ്ങളിൽ പോലും യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇത്തരം വെടിക്കെട്ടുകളൊക്കെ നടന്നിരുന്നു. അതായത് കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ അതായത് നാട്ടുകാരൊക്കെ മാത്രം തീരുമാനിച്ച് വലിയ പിന്നെ ഇത്തരത്തിലുള്ള വെടിക്കെട്ടുകൾ നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി പിന്നീട് അപകടങ്ങൾ തുടർക്കഥയായതിനു ശേഷമാണ് ഇത്തരം നിയന്ത്രണങ്ങൾ വരുന്നത്. ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിനാണെങ്കിൽ പോലും വളരെ നിയന്ത്രണത്തിന് വിധേയമായിട്ടാണ് ഇപ്പോൾ വെടിക്കെട്ടുകൾ നടക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. വളരെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഈ മേഖലയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ മേഖല അവർ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ ഈ പറയുന്ന കമ്മിറ്റിക്കാരും അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകളും ലംഘിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഭരണകൂടം പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ നിർദ്ദേശങ്ങളും ക്രമീകരണങ്ങളും ഒന്നും അവരെ അറിയിച്ചിട്ടില്ല എന്ന് അവിടെ നടന്ന ആളുകൾ അല്ലെങ്കിൽ സമീപ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഇത്തരം നിർദ്ദേശങ്ങൾ അറിയിക്കുന്നതിൽ ഭരണകൂടത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കപ്പെടണം. അതുപോലെ തന്നെ അങ്ങനെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഇത്തരം കമ്മിറ്റികളോ അല്ലെങ്കിൽ ഇത് നടത്തുന്ന ആളുകളോ പോയിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടണം. സുരക്ഷ കുറവായതുകൊണ്ടാണ് അപകടം ഉണ്ടാകുന്നത്. മനുഷ്യനിർമ്മിതമാണ്, പക്ഷെ അത് ചില ആൾക്കാർ അതിൻ്റെ സ്വന്തം ലാഭം നോക്കിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ നൽകാത്ത മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ്. മനഃപൂർവ്വം അപകടം ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ലല്ലോ. ഈ ശ്രദ്ധക്കുറവുകൊണ്ടാണ് അപകടങ്ങൾ സംഭവിച്ചു പോകുന്നത്. അല്ല, ശ്രദ്ധക്കുറവ് ഇപ്പം ഒരു തവണയാണ് നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. കാരണം ഒരു തവണ കൊണ്ട് നമ്മുടെ ശ്രദ്ധക്കുറവിലാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത്, അത് നമുക്ക് ഓക്കെയാണ്. പക്ഷെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് വീണ്ടും ആവർത്തിക്കുന്നു. അത് സുരക്ഷയുടെ കുറവ് കൊണ്ടാണ് വീണ്ടും ആവർത്തിക്കുന്നത്. ഇതുപോലത്തെ വെടിക്കെട്ടൊക്കെ ആവശ്യമുണ്ടോ ഉത്സവങ്ങൾക്ക്? ആവശ്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? എല്ലാം നല്ല ഭംഗിയാണ്, ഇല്ലെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഇങ്ങനെ അപകടങ്ങൾ ഒഴിവാകുമല്ലോ. ഒരുപാട് അപകടങ്ങളല്ലേ ഇഷ്ടംപോലെ. എത്ര പേര് മരിച്ചു ഇപ്പോൾ തന്നെ. ആരും ഒട്ടും പ്രതീക്ഷിക്കാത്ത മരണമല്ലേ. ഒന്നും വേണ്ട. ഇപ്പം 10-15 മരിച്ചിട്ടുണ്ട് വെടിക്കെട്ട്. ഒരു മണിക്കൂർ കളിച്ചും തിരിച്ചും തമാശ അടിച്ച് 1 മണിക്കൂർ ആൾക്കാർ മരിച്ചു. അങ്ങനെ സംഭവിച്ചത് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? എന്നിട്ട് അതിന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലേ. അവരെ കളിച്ച് തമാശ പഠിച്ച് നിങ്ങളുടെ അങ്ങ് വേടി അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. ഇങ്ങനെ പറ്റി അവരുടെ അശ്രദ്ധ മൂലമാണ്.
അപ്പോൾ അതിനാ നമ്മൾ ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ കണ്ടു. ചില ആളുകൾ പറയുന്നു മനുഷ്യനിർമ്മിതമാണെന്ന്, ചില ആളുകൾ പറയുന്നു ജനങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ അപകടങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെയാണ് ജനങ്ങളുടെ പ്രതികരണം. അല്ല, ഈ നമ്മൾ കണ്ടതിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നു അവർക്കും താല്പര്യമില്ല ഇതുപോലുള്ള വെടിക്കെട്ടുകൾ, വെറുതെ കാശ് ചെലവാണ് എന്ന് പറയുന്നവരും കൂടുതലായിട്ടുണ്ട്. അതെ. എന്തായാലും ജനങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു. ഇന്നത്തെ ലെറ്റ്സ് ടോക്ക് എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകാമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വിഷയമായിട്ട്, അടുത്തൊരു ലെറ്റ്സ് ടോക്കിൻ്റെ എപ്പിസോഡുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ജയ് ഹിന്ദ്.